രത്നങ്ങൾ വിവിധ വർണ്ണങ്ങളിലും രൂപങ്ങളിലും. രത്നങ്ങളെക്കുറിച്ച് കൂടുതലറിയാം രത്നശാസ്ത്രയിൽ. കൂടെയുള്ളത് ഉണ്ണികൃഷ്ണൻ ശിവാസ്. രത്നശാസ്ത്രയിലേക്ക് സ്വാഗതം സർ. നമസ്കാരം. നമസ്തേ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡായിരുന്നു. നമ്മൾ മുത്തുകളെക്കുറിച്ച്, മുത്തുകളുടെ പ്രത്യേകതകളെക്കുറിച്ച്, അതിനെ നമ്മൾ പരിപാലിക്കുന്ന രീതികളെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. അത് ഒരു രത്നം അല്ലെങ്കിൽ ഒരാളുടെ ബർത്ത് സ്റ്റോൺ എന്നതിനപ്പുറം ഒരാളൊരു സൗന്ദര്യവർദ്ധന രീതിയിലും പേഴ്സിനെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടായി. എനിക്ക് തോന്നുന്നു ആ രീതിയിലുള്ള രത്നങ്ങൾ ധാരാളം ഇനിയുണ്ടല്ലേ? ധാരാളം രത്നങ്ങളുണ്ട്. അതായത് നമുക്ക് മാലക്കൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ റോസ് കോട്ട്സ്, അങ്ങനെ ഒരു നമ്പർ ഓഫ് സ്റ്റോൺസ് ഈ കാറ്റഗറിയിലൊക്കെ സൗന്ദര്യവർദ്ധകളായിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് രത്നങ്ങളുണ്ട്. അതിനകത്ത് മാലക്കൈറ്റ് എന്ന് പറയുന്ന രത്നം എന്ന് വെച്ചാൽ വളരെയധികം, അതായത് ഒരു ചാം ഓഫ് ലൈറ്റ് എന്നാണ് പറയുന്നത്. അതായത് വെച്ചാൽ വെളിച്ചത്തിൻ്റെ ഭംഗി എന്ന് വേണം, അതുപോലെ ഉള്ളൊരു രത്നമാണ് ഈ മാലക്കൈറ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് ചെറിയ മൂലകങ്ങൾ, പ്രധാനമായിട്ടും കോപ്പർ അടങ്ങിയിട്ടുള്ള, ജമ്പ് അടങ്ങിയിട്ടുള്ള ഒരു രത്നമാണത്. അത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതുകൊണ്ട് ഹാർഡായിട്ടുള്ളതുകൊണ്ട്. അപ്പോൾ അത് ഈ കോപ്പർ ഏരിയയിൽ, അതായത് മാലക്കൈറ്റ് മൈൻ ചെയ്തെടുക്കുന്ന ഏരിയയിൽ കോപ്പറിൻ്റെ ധാരാളമായിട്ടുള്ള ഡെപ്പോസിറ്റ്സ് കാണാൻ സാധിക്കും. കോപ്പറാണ് ഇതിനകത്തുള്ളത്. അപ്പം ഇത് എന്ന് പറയുന്നത് പണ്ട് ഗ്രീക്കുകാരൊക്കെ ഇത് പൊടിച്ച് കണ്ണ് എഴുതാനായിട്ട് അവർ ഉപയോഗിച്ചു. അന്ന് അവർ കണ്ണ് എഴുതുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ മറ്റുള്ള ഒരു ദൃഷ്ടിയൊന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് ഒരു പ്രൊട്ടക്ഷൻ കൂടി ആയിട്ടാണ് അവർ ആ മാലക്കൈറ്റിൻ്റെ പൗഡർ ഒരു പ്രത്യേക രൂപത്തിലെടുത്തിട്ട്, അത് കുറച്ചല്ല, അത് യൂസ് ചെയ്തിരുന്നു. അപ്പം നല്ല പച്ചയും വെള്ളയും മിക്സ് ചെയ്തിട്ടുള്ള ഒരു പ്രത്യേക ഷെയ്ഡാണ് ഈ കല്ലിന്. ഭയങ്കര ഭംഗിയുള്ള കല്ലാണ്. എനിക്ക് കുറച്ച് വലിയ വലിയ സൈസിലാണ് ഉപയോഗിക്കുന്നത്. വലിയ സ്ക്വയർ ടൈപ്പിലും ഓവൽ കട്ടിലും ഒക്കെ ഉപയോഗിച്ചിട്ട് വലിയ സ്റ്റോണായിട്ട്. ചെറിയ സ്റ്റോണോ അല്ലെങ്കിൽ നമ്മൾ സ്റ്റഡിനുള്ള അങ്ങനെ കിട്ടത്തില്ല. അങ്ങനെ കിട്ടാൻ പാടാണ്. അത് അതിനകത്ത് കട്ടിങ്ങൊക്കെ പാടാണ്. അപ്പോൾ അതെന്ന് വെച്ചാൽ അതിനകത്ത് ഈ കോസ്മെറ്റിക്സിന് അത് വരുന്നത്. കാരണം വെച്ചാൽ അതിനകത്ത് കോസ്മെറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇത് ഡസ്റ്റ് ഒരുപാട്, അതായത് നമ്മുടെ പൊല്യൂഷൻസ് ഉള്ള ഏരിയയിലൊക്കെ ഈ കല്ലുകൾ ഒരുപാട് നമ്മളെ പൊല്യൂഷൻസ് എന്നൊക്കെ അതിൻ്റെ ഒരു നെഗറ്റീവ് എഫക്റ്റിൽ നിന്നൊക്കെ കളയും, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും. കാരണം ഇതിനകത്ത് ഈ കോപ്പറിൻ്റെ അംശവും മറ്റ് ഘടകങ്ങളും കൂടെ കിടുമ്പോൾ ഒരു കൊളാജിൻ, ഒരു എലാസ്റ്റിസിറ്റി ഉണ്ടാവും. കൊളാജിൻ്റെ അംശം നമ്മുടെ ബോഡിയിലുണ്ടാകും. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ഇതിനെ നമ്മളൊരു ഡീടോക്സിഫിക്കേഷൻ അല്ലെങ്കിൽ ഡീടോക്സിഫിക്കേഷൻ പോലെ ഉപയോഗിക്കാം. ഇത് ഈ പറഞ്ഞ പോലെ പല കമ്പനിക്കാരും കമ്പനികളും മാലക്കൈറ്റിൻ്റെ ഒക്കെ കോസ്മെറ്റിക്സ് വരുന്നുണ്ട്. അതിനകത്ത് പൗഡർ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഈ സൗന്ദര്യം ഒന്ന് സൂക്ഷിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്ന ആൾക്കാർക്കുള്ള പ്രൊഡക്ട്സുകളിൽ ഇത് അടങ്ങിയിട്ടുണ്ടല്ലേ? അതെ, ഇത് ധരിക്കുമ്പോഴും ഒരു ഭംഗിയുണ്ട്, അതല്ലാതെ ഇതിനൊരു പ്രൊട്ടക്ഷൻ ഉണ്ട്. അതായത് നമ്മൾ ശരിക്കും പച്ച നിറത്തിൽ വെള്ള റൗണ്ട് രേഖകൾ കണ്ടാൽ ശരിക്കും ഒരു മയിലിനെ നോക്കുന്നതല്ല, മയിലിൻ്റെ കണ്ണ്, മയിൽ നോക്കുന്ന പോലെ പീക്കോക്ക് എന്ന് പറയുന്നത്. പീക്കോക്ക് ഷെയ്ഡാണ് ഈ സ്റ്റോണിനുള്ളത്. വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു രത്നമാണോ? കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ ആർക്കും നമുക്ക് ഉപയോഗിക്കും. ഇപ്പോൾ സ്കിന്നിനൊക്കെ ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ഉള്ളവർ, സ്കിൻ റാഷസ് അത് ഇതൊക്കെ ഉള്ളവർക്ക് നമ്മൾ മാലക്കൈറ്റ് കൊടുക്കാറുണ്ട്. സ്റ്റോൺ കൊടുക്കാം, രത്നങ്ങളിലൂടെ കോമ്പിനേഷനിൽ കൊടുക്കും. അമെത്തിസ്റ്റ് മാലക്കൈറ്റ് ഒരു കോമ്പിനേഷൻ ഉണ്ട്. ആ കോമ്പിനേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെയും എക്സ്റ്റെൻഡ് ചെയ്യും. നമുക്കൊന്ന് പ്രതിരോധിക്കാനായിട്ട്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഇത് കുറച്ച് ഈ ചെറിയ സ്റ്റഡ്സിൻ്റെയോ അല്ലെങ്കിൽ റിങ്ങിൻ്റെ ഒക്കെ രൂപത്തിൽ ഉപയോഗിക്കുന്നത് വളരെ കുറവായിരിക്കും. മാലയൊക്കെ ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാം. മലയൊക്കെ കൊടുക്കുമ്പോൾ ഇത് ഒറ്റ മാല മാത്രം മതി. നെക്ലസുകളുണ്ട്. മാലക്കൈറ്റ് ഒരുപാട് ഉണ്ട്, പക്ഷെ നമ്മൾക്ക് ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ ഇത് മാലക്കൈറ്റ് ആണോന്ന് അറിയത്തില്ല. അത് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. നമ്മൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ നമ്മുടെ വേൾഡ് കപ്പ്, അത് സാറ് പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുന്നു. ഫിഫയുടെ കപ്പിനകത്ത് അതിൻ്റെ താഴെ ഉള്ള ലൈന് മാലക്കൈറ്റ് സ്റ്റോണാണ് വെച്ചിരിക്കുന്നത്. അത് 18 കാരറ്റ് ഗോൾഡാണ് കപ്പ്.
അതിനകത്ത് മാൽക്കൈറ്റിന്റെ ഈ ഒരു രണ്ട് ലെയർ ഒരു വളയം 2 ലെയർ ആയിട്ടുള്ള വളയം ഈ ഒരു സ്റ്റോൺ വെച്ചിരിക്കുന്നത് ഭംഗി കൂട്ടാനായിട്ട്. ഇപ്പൊ നമ്മൾ ധരിക്കുക മാത്രമല്ല, നമുക്ക് ഭംഗി കൂട്ടാനായിട്ട് ഉപയോഗിക്കുന്ന ഈ കല്ലുകൾ വലിയ സൈസിലൊക്കെ ഇത് കിട്ടും. അപ്പോൾ നമ്മളിത് പല സ്ഥലങ്ങളിലും അല്ലെങ്കിൽ പല രൂപത്തിലും നമ്മൾ ഇതിനെ കാണുന്നുണ്ടാവും. പക്ഷെ ഇത് മാലക്കൈറ്റ് ആണെന്ന് നമുക്ക് ചിലപ്പം തിരിച്ചറിയാൻ പറ്റാത്തതുണ്ടാവും. മാലക്കൈറ്റ് ബ്രേസ്ലെറ്റുകള് കാര്യങ്ങളൊക്കെ ഒരു കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതും നമ്മൾ കാണുന്നതുമാണ്. ടൂറിസ്റ്റ് ഏരിയയിലൊക്കെ ഉള്ള എവിടെ ചെന്നാലും മാലക്കൈറ്റ് കാണാൻ പറ്റും. പക്ഷെ അതിന് ഇത്രയും ഒരു പ്രത്യേകതകളെന്ന് പറയുന്നത് അറിയാവുന്ന ഒരു സംശയമാണ്. ഓക്കെ. എനിക്ക് തോന്നുന്നു ഇത് മറ്റുള്ള രാജ്യങ്ങൾ, യൂറോപ്യൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള രാജ്യങ്ങളിലെ ആൾക്കാർ ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് കണ്ടുവന്നിട്ടുണ്ട്. കുറച്ച് വലിയ പെൻഡന്റുകളോ അല്ലെങ്കിൽ വലിയ ബ്രേസ്ലെറ്റ്സോ ഒക്കെ ആയിട്ട് ഒരു സ്ട്രിങ്ങിനകത്ത് വലിയൊരു പെൻഡന്റ് ടൈപ്പ് മാലക്കൈറ്റ് ധരിച്ച് പോകുന്ന ആൾക്കാരുണ്ട്, ഫോറിൻ ലേഡീസൊക്കെ. ഭയങ്കര ഭംഗിയാണ്. ഭംഗി മാത്രമല്ല, അതൊരു പ്രൊട്ടക്ഷനാണെന്ന് പറയുന്നത്. അതിൻ്റെ ഒരു കണ്ണ് പോലത്തെ സംഗതികൾ നമ്മളൊരു ഈവിൾ ഐ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നില്ലേ, എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റീവ് സ്റ്റോൺ ആണ്. അതുപോലെ തന്നെ സ്കിന്നിന് ഒരു എലാസ്റ്റിസിറ്റി നൽകും. ഈ പറയുന്ന പൊല്യൂഷൻ പോലെയുള്ള കാര്യങ്ങൾ നമ്മളെ സ്കിന്നിനെയൊക്കെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാം. ഡസ്റ്റ് കൊണ്ടുള്ള അലർജി അങ്ങനെയുള്ളതൊക്കെ മാറിക്കിട്ടും ഒരു പരിധി വരെ. പക്ഷെ എനിക്ക് ഇതൊക്കെ പറയുമ്പോഴും നമുക്ക് മനസ്സിലാകുന്നത് ഈ രത്നങ്ങൾക്കുള്ള വിവിധ തരത്തിലുള്ള ഉപയോഗങ്ങളാണ്. നമ്മൾ ഇതിൻ്റെ കാണുന്ന ഒരു ഭംഗി, ഒരു എക്സ്റ്റേണൽ ബ്യൂട്ടി ഉണ്ട്. അത് കൂടാതെ നമുക്ക് തരുന്ന മെഡിസിനൽ എഫക്ട്സുകളൊക്കെ നമുക്ക് ഇതിനകത്തുണ്ടല്ലോ. ചില രത്നങ്ങൾ നമുക്കൊരു ഇമോഷണലി ഒക്കെ നമ്മളെ ഒന്ന് ബാലൻസ് ചെയ്യാൻ നമ്മളെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന രത്നങ്ങളുണ്ട്. അപ്പം രത്നങ്ങൾക്ക് ഒരു ഗുണമല്ല, ഒന്നിലധികം മൾട്ടിപ്പിൾ ആണ്. കാരണം നമ്മളൊരു രത്നം ധരിച്ചാൽ സാറേ ഞാൻ ഈ രത്നം ധരിക്കുമ്പോഴത്തേക്കും എനിക്ക് ജോലി ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ബാലിശമായ ചോദ്യങ്ങളും ആൾക്കാർ ചോദിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു പർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു രത്നങ്ങളും ഇല്ല. നിങ്ങളൊരു രത്നം ധരിച്ചാൽ അത് ഒരു മൾട്ടി വൈറ്റമിൻ കഴിക്കുന്ന പോലെ, ഒരു സപ്ലിമെന്റ് കഴിക്കുന്ന പോലെയാണ് ഇത് ബോഡിയിൽ വർക്കൗട്ട് ചെയ്യുന്നത്. കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു മൈനസ് പോയിന്റിൽ നിൽക്കുകയാണെങ്കിൽ, ഇപ്പം നമ്മളിപ്പം വൈറ്റമിൻ സിയും ഇയും ഒക്കെ കുറവാണ്, അല്ലെ ഡി കുറവാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ സപ്ലിമെന്റ് കഴിക്കുന്നതോടുകൂടി ഇത് ഇമ്പ്രൂവ് ചെയ്യുന്ന മാത്രമല്ല നമ്മുടെ ഹെൽത്തും ഇമ്പ്രൂവ് ചെയ്യുവാണ്. അല്ലേ? ഇപ്പം നല്ല വെട്ടവും വെളിച്ചവും കിട്ടി വൈറ്റമിൻ ഡി സപ്ലിമെന്റ്സിലേക്ക് പോകണമെന്നല്ല ഞാൻ പറഞ്ഞത്. വെട്ടവും വെളിച്ചവും ഒക്കെ കിട്ടുന്ന ഉണ്ടെങ്കിൽ വൈറ്റമിൻ ഡി അതിനകത്ത് ഇമ്പ്രൂവ് ചെയ്യാം. അപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് ഓവറോൾ അല്ലേ വരുന്നത്, അല്ലാതെ ഒരു പർട്ടിക്കുലർ കാര്യത്തിനല്ലല്ലോ. നമ്മളിത് മൊത്തത്തിൽ അത് സപ്പോർട്ട് ചെയ്യും. നമ്മുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരു എൻഹാൻസ്മെന്റ് ആണ് ഈ എല്ലാ രത്നങ്ങൾക്കും ഉണ്ട്. അത് എല്ലാ രത്നങ്ങളിലും ഒരു ചെറിയ ഒരു ബ്യൂട്ടിഫിക്കേഷൻ അടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഇത് പറഞ്ഞപ്പോഴാണ് ഈ പല സംശയങ്ങളും ആൾക്കാരിങ്ങനെ നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട്. നമുക്ക് ധാരാളം വാട്സപ്പ് എൻക്വയറീസും മറ്റു കാര്യങ്ങളുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഇനിയുള്ള എപ്പിസോഡുകൾ അല്ലെങ്കിൽ വരുന്ന ഒരു പാട്ടിൽ നമുക്കൊന്ന് ഉൾപ്പെടുത്തണം. ആ ഒരു വിവരങ്ങൾ നമുക്കൊരു ബ്രേക്കിന് ശേഷം പ്രേക്ഷകരായിട്ട് പങ്കുവയ്ക്കാം. നമ്മൾ ഒരു അത്ര പരിചിതമല്ലാത്ത ഒരു രത്നത്തെ നമുക്ക് പ്രേക്ഷകരോട് നമ്മൾ പരിചയപ്പെടുത്തി. അതായത് മാലക്കൈറ്റ് എന്ന് പറയുന്ന രത്നത്തെ, അതിൻ്റെ പ്രത്യേകതകൾ, അതിൻ്റെ യൂസസ് ഒക്കെ നമ്മൾ പറയുകയുണ്ടായി. അതോടൊപ്പം ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, നമുക്ക് ധാരാളം ഈ വാട്സപ്പ് വഴിയൊക്കെ എൻക്വയറീസ് വരണം. അതായത് പ്രേക്ഷകർ തന്നെ പറയും എൻ്റെ ഒരു ചാർട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം, അല്ലെങ്കിൽ അതൊന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരണം. നമുക്ക് ധാരാളം പെൻഡിങ് ടൈം കൺസ്യൂമിങ് ആയതുകൊണ്ട് എല്ലാം ഒന്നും അറ്റൻഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. അത് തന്നെ. അപ്പം അത് കുറേശ്ശെ നമുക്ക് ചെയ്യാം. പിന്നെ നമ്മൾ എന്നോട് ചിലരും റിക്വസ്റ്റ് ചെയ്യാറുണ്ട്, സാറേ ഇങ്ങനെ ഇപ്പം എൻ്റെ കാര്യങ്ങൾ ഈ പറഞ്ഞത് വളരെ കറക്റ്റ്, അത് പറയാം. പക്ഷെ ഞാൻ അങ്ങനെ ആരുടെയും വ്യക്തിപരമായ പേരോ ഡീറ്റെയിൽസോ പർട്ടിക്കുലർ അവരുടെ ഡേറ്റ് ഓഫ് ബർത്തോ അങ്ങനെയൊന്നും കൊടുക്കാറില്ല. അത് നമ്മൾ പക്ഷെ ബർത്ത് ചാർട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ ഒരു അറിവാണ് ഞാൻ പങ്കിടുന്നത്. അപ്പം ഇത് നമുക്കൊരു അസ്ട്രോളജിക്കൽ ബേസ് ഇതിനുണ്ട്. ജമ്മോളജി എന്ന് പറഞ്ഞ ഒരു ജമ്മോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ അസ്ട്രോളജിയെക്കുറിച്ചും ഏകദേശ ധാരണകൾ ഉണ്ടായിരിക്കണം. ഏകദേശമല്ല, നല്ല ധാരണ ഉണ്ടാകണം. പ്ലാനറ്ററി പൊസിഷൻസ്, അപ്പം അങ്ങനെയുള്ളൊരു ഗൈഡൻസും കൂടെ നമുക്ക് കൊടുത്തിട്ട്, വെറും കല്ല് മാത്രമല്ല നമ്മൾ കൊടുക്കുന്നത്. അപ്പം ഇന്ന കാര്യങ്ങൾ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്.
ആ രീതിയിലാണ് നമ്മൾ ഇതിനെ ഒന്ന് കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളായിട്ട് ചേഞ്ച് ചെയ്യേണ്ട കാര്യങ്ങൾ, അല്ലാതെ നമ്മൾ ഒരുപാട് മറ്റ് പരിഹാരങ്ങൾ അങ്ങനെ ഒന്നും ഞാൻ അങ്ങനെ സജസ്റ്റ് ചെയ്യാറില്ല. നമുക്ക് ചെയ്യാവുന്ന, നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. മനസ്സിലല്ലേ? ഇപ്പോൾ ഒരാളുടെ ചാർട്ട് കണ്ടാൽ അയാൾക്ക് ഹെൽത്ത് സംബന്ധമായിട്ട് എന്തെങ്കിലും റോങ് എഫക്റ്റ് ഉണ്ടെങ്കിൽ രാവിലെ എഴുന്നേൽക്കണം, നടക്കണം, ഇന്ന കാര്യങ്ങൾ പോലെ വെള്ളം കുടിക്കണം, വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. മനസ്സിലല്ലേ? നമ്മളൊരു മെഡിസിൻ കൈകാര്യം ചെയ്യുന്ന ഡോക്ടറല്ല, പക്ഷേ ജനറലി നമ്മൾ ചെയ്യുന്ന ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കൂടുതൽ പറയുന്നത്. അതിൻ്റെ പറഞ്ഞിട്ടാണ് നമ്മളൊരു രത്നങ്ങൾക്ക് സ്യൂട്ടബിളാണ് നമ്മൾ കൊടുക്കുകയും ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ വാട്സാപ്പ് എൻക്വയറിയിൽ ഒരുപാടെണ്ണം ഉണ്ട്. ശരിയാണത്. നമുക്ക് ഇനി വരുന്ന എപ്പിസോഡുകളിൽ, കാരണം എനിക്ക് ഈ ബ്യൂട്ടിഫിക്കേഷനുള്ള രത്നങ്ങൾ ഇനിയും പറയാനുണ്ട്. അത് നമുക്ക് വരുന്ന ഓരോരോ എപ്പിസോഡുകളിലായിട്ട് നമുക്കത് കവർ ചെയ്ത് പോകാം. ഓക്കെ. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പ്രേക്ഷകൻ നമ്മുടെ അടുത്ത് ചോദിച്ച ആ ഒരു വാട്സപ്പ് എൻക്വയറീസിനെ കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഹെൽത്ത് റിലേറ്റഡാണ്. അപ്പോൾ ഇതിനകത്ത് അദ്ദേഹത്തിൻ്റെ സംശയം ഈ കാലഘട്ടം, അതായത് ഈ പയ്യനൊരു ഒരു 40 വയസ്സ് ആൾക്കുള്ളൂ, ഏജുള്ളൂ. 85 ബർത്താണ്. ഓക്കെ. 85 ബർത്താണ്. അപ്പം ഇത് ചോദിക്കുന്നതിന് അദ്ദേഹത്തിന് ഒരു കാരണമുണ്ടായിരുന്നു, ഞാനത് പറയാം. അപ്പോൾ ഈ ചാർട്ടിനകത്തെന്ന് പറയുന്നത് നമ്മൾ ചില കാലഘട്ടങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതിന് വേണ്ടിയാണല്ലോ ഒരു ശാസ്ത്രം തന്നെ വെച്ചിരിക്കുന്നത്. നമുക്ക് വരാൻ പോകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ, ഒരു മോശ കാലഘട്ടം ഉണ്ടെങ്കിൽ നമുക്കത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. അപകടകരമായ കാലഘട്ടങ്ങളിൽ നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിച്ച് പോവാം. രാത്രികാലങ്ങളിലുള്ള യാത്ര ഒഴിവാക്കാം. അങ്ങനെ പല കാര്യങ്ങളും ടേക്ക് കെയർ ചെയ്യാം. അപ്പോൾ ഹെൽത്ത് സംബന്ധിച്ച് ഹെൽത്ത് ശ്രദ്ധിക്കേണ്ട പീരീഡുകൾ വരാറുണ്ട് ആൾക്കാർക്കല്ല, എല്ലാവർക്കും അത് ടച്ച് ചെയ്ത് പോകുന്നു. എന്നാലും ഈ ബർത്ത് ചാർട്ടിനകത്ത് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇത് മേടം മിഥുന ലഗ്നം, ലഗ്നാധിപൻ ബുധൻ നീചത്തിൽ പോയി നിൽക്കുന്നു. മീനൻ രാശിയിൽ ബുധന് നീചാവസ്ഥയാണ്. അത് അദ്ദേഹത്തിന്റെ കർമ്മ ഏരിയയും കൂടെ 10th ഹൗസിലാണ് പോയി നീചപ്പെട്ട് നിൽക്കുന്നത്. ഇപ്പം മേടം, ഇടവം, മിഥുനത്തിന്റെ 10th ഹൗസ് എന്ന് പറയുമ്പോൾ മീനം വന്നു. മിഥുനം മൂലം ഇങ്ങോട്ട് എണ്ണിക്കഴിഞ്ഞാൽ 10ാമത്തെ ഹൗസ് എന്ന് പറയുന്നത് മീനം രാശിയാണ്, ജലരാശിയാണ്. അവിടെ പോയി ബുധന്റെ ഒരു നീച ഉള്ള ഒരു പ്ലേസാണത്, നീചത്വം വരുന്ന പ്ലേസാണ്. അവിടെ ലഗ്നാധിപൻ എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ, എൻ്റെ ഹെൽത്ത്, എൻ്റെ ആരോഗ്യം, എൻ്റെ ജീന് എല്ലാം ശ്രദ്ധിക്കണം. ഇദ്ദേഹത്തിൻ്റെ കർമ്മകാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയിലാണ് പോയി നീചപ്പെട്ടത്. അപ്പോൾ ലഗ്നാധിപന് നീചത്വം വന്നാൽ തന്നെ നമ്മൾ ആരോഗ്യം ശ്രദ്ധിക്കണം, ഹെൽത്ത് ശ്രദ്ധിക്കണം തന്നെയാണ് അനുഭവം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പിന്നെ എന്താണ് നമ്മൾ ഈ ചാർട്ടിൽ ശ്രദ്ധിക്കുന്നതെന്ന് ചോദിച്ചാൽ, 6th ഹൗസിൽ ഏത് പ്ലാനറ്റ് നിൽക്കുന്നു? രോഗസ്ഥാനത്ത്. ഇപ്പോൾ രോഗസ്ഥാനം മിഥുനത്തിൻ്റെ 6th ഹൗസ് എന്ന് പറയുമ്പോൾ വൃശ്ചികം അല്ലേ? മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം. വൃശ്ചികത്തിൽ 6th ഹൗസിൽ ശനി നിൽക്കുക. അപ്പം ശനിയുടെ ഒരു വലിയൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഹൗസ് ഒന്നുമല്ല, ചൊവ്വയുടെ ഹൗസാണ് പോയി നിൽക്കുന്നത്. അത് ഇദ്ദേഹത്തിൻ്റെ അബ്ഡമൻ, ലോവർ അബ്ഡമൻ ഏരിയയിലാണ് ഇത് പോയി നിൽക്കുന്നത്. അപ്പോൾ നമ്പർ 2. നമ്പർ 3 എന്ന് പറയുന്നത് 8th ഹൗസിൽ വ്യാഴം നിൽക്കുന്നു. സൈൻ ഓഫ് കാപ്രിക്കോണിൽ ആണ് വ്യാഴം നിൽക്കുന്നത്, മകരത്തിൽ നിൽക്കുന്നു. മകരം വ്യാഴത്തിൻ്റെ നീചാവസ്ഥയും കൂടെയാണ്. അപ്പം നല്ല ഡിഗ്രി വയസ്സിൽ ഇത് നീചത്തിൽ തന്നെ വ്യാഴം നിൽക്കുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ലഗ്നാധിപന് നീചത്വം. 6ാം ഭാവാധിപൻ ശനിയുടെ കാലഘട്ടവും നടക്കുന്നു, ശനി ദശാകാലവും നടക്കുന്നു. 6ാം ഭാവാധിപൻ 6ൽ നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ, 6ാം ഭാവാധിപൻ്റെയോ 6ൽ നിൽക്കുന്ന ഗ്രഹത്തിൻ്റെയോ കാലഘട്ടം നമുക്ക് ഹെൽത്ത് ശ്രദ്ധിക്കണം എന്നാണ് ആചാര്യൻ പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പം ശനിയുടെ കാലഘട്ടം, ശനി 6th ഹൗസിൽ നിൽക്കുന്നു. ലഗ്നാധിപന് നീചത്വം, വ്യാഴം 8ൽ നീചപ്പെട്ട് നിൽക്കുന്നു. അപ്പം ലഗ്നം 6th ഹൗസ്, 8th ഹൗസ്. 8th ഹൗസിൻ്റെ അധിപൻ 6th ഹൗസിൽ പോയി നിൽക്കുന്നു. 7th ഹൗസിൻ്റെ അധിപൻ 8th ഹൗസിൽ നീചപ്പെട്ട് നിൽക്കുന്നു. അപ്പം ഈ കാലഘട്ടം, അതായത് ഈ 2020 മുതൽ അദ്ദേഹത്തിന് ശനിദശ തുടങ്ങിയപ്പോൾ മുതൽ ഹെൽത്ത് ഇഷ്യൂസ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം അദ്ദേഹത്തിന് ചെറിയ ആൻജിയോപ്ലാസ്റ്റ് ഒക്കെ ചെയ്തിട്ട്
ഹെൽത്തിലെ ആൻജിയോഗ്രാം ചെയ്ത് സ്റ്റെൻഡൊക്കെ ഇട്ടിട്ട് നിൽക്കുന്നു. അപ്പം ആള് 40ാമത്തെ വയസ്സിലാണെന്ന് ആലോചിച്ചോണം. അപ്പം അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചത് ഈ കാലത്ത്. അപ്പോൾ ആദ്യം അദ്ദേഹം അതൊക്കെ പറയുന്നത് പിന്നീടാണ്. പക്ഷേ ഈ ചാർട്ട് കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഹെൽത്താണ് ശ്രദ്ധിക്കേണ്ടത്. വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു സമയമാണല്ലേ? വളരെയധികം ഹെൽത്ത് സൂക്ഷിക്കേണ്ടതാണ്. കാരണം ഈ 8th ഹൗസിൽ ഈ വ്യാഴം നീചപ്പെട്ട് കഴിഞ്ഞ് വ്യാഴമായിട്ട് കണക്റ്റഡ് ആണ് നമുക്ക് ട്രൈഗ്ലിസൈഡ്സ്, കൊളസ്ട്രോള്, ഫാറ്റി ലിവർ, ഇതെല്ലാം. നമ്മൾ മെഡിക്കൽ ലൈനല്ല, ഡോക്ടേഴ്സാണത് പറയേണ്ടത്. എന്നാലും ഏത് ബർത്ത് ചാർട്ടിലും നമുക്ക് ഇവരെ സ്വാധീനിക്കാവുന്ന അസുഖങ്ങളെക്കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടും, ഒരു സൂചന നമുക്ക് കിട്ടും. അതാണ് നമ്മളിവിടെ പങ്കുവെക്കുന്നത്. അല്ലാതെ നമ്മൾ മെഡിക്കൽ ആൾക്കാരെ കവച്ച് വെച്ചിട്ടല്ല പറയുന്നത് കേട്ടോ. അപ്പം ഇതിനകത്ത് കാരണം പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പണ്ടത്തെ വൈദ്യന്മാർ, വളരെ വൈദിക ശ്രേഷ്ഠന്മാർ, അവർ ഈ ബർത്ത് ചാർട്ട് ചെക്ക് ചെയ്യുമായിരുന്നു. സ്റ്റോൺ കൊടുക്കുന്നതിന് അല്ല അവർക്ക് മരുന്ന് കൊടുക്കുന്നതിന് വൈദ്യന്മാർ മരുന്ന് കൊടുക്കുന്നതിന് മുന്നേ ബർത്ത് ചാർട്ടിലൂടെ നോക്കുമായിരുന്നു. അപ്പോൾ അതിനകത്തുനിന്ന് നമുക്ക് സ്കാൻ ചെയ്യുന്ന പോലെ കിട്ടുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഹെൽത്താണ്, കൊളസ്ട്രോൾ, ട്രൈഗ്ലിസൈഡ്സ് ആണ് കൂടി നിൽക്കുന്നത്. അപ്പോൾ ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടാകാം. ശരിക്കും പറഞ്ഞാൽ 3 സ്റ്റെൻഡ് ഇട്ടിരിക്കുക. ഇപ്പം എനിക്ക് തോന്നുന്നു ആ ഒരു വിവരങ്ങളിലേക്ക് നമുക്ക് കൂടുതലൊന്ന് പ്രേക്ഷകരോട് പങ്കുവയ്ക്കണം. ഒരു ബ്രേക്കിന് ശേഷം തിരികെ വരാം. നമ്മളൊരു വ്യക്തിയുടെ ചാർട്ടിനെ കുറിച്ചാണ് പറഞ്ഞ ആള് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടത്തെ കുറിച്ചാണ് നമ്മൾ നമുക്ക് ആ 6th, 8th, 12th ഹൗസുകളിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ, ലഗ്നാധിപൻ നിൽക്കുന്ന ഗ്രഹങ്ങൾ, ഈ കാലഘട്ടങ്ങൾ, ലഗ്നാധിപൻ്റെ കാലഘട്ടമൊക്കെ നമുക്ക് കുറച്ച് അനുകൂലമായിട്ടാണ് വേണ്ടത്. പക്ഷെ ലഗ്നാധിപൻ നീചത്തിലൊക്കെ നിന്നാൽ ആ വ്യക്തി ഹെൽത്ത് പരമായിട്ട് ഒന്ന് ശ്രദ്ധിക്കണം എന്നേ ഉള്ളൂ. 6th, 8th എല്ലാം റോങ് സൈഡിൽ പോയി കഴിഞ്ഞാൽ ഹെൽത്ത് ഇഷ്യൂസ് വളരെ ചെറുപ്പം മുതലേ തന്നെ വരാൻ ചാൻസസ് കൂടുതലുണ്ട്. അതിനെല്ലാം പ്രിക്വേഷൻ എന്ന് പറയുന്നത് ഇദ്ദേഹം ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ മെഡിക്കൽ ചെക്കപ്പുകൾ ഫ്രീക്വൻറ്റ്. ഈ വ്യക്തി എടുക്കേണ്ട ഒരു മുൻകരുതൽ. പിന്നെ ഈ കൊളസ്ട്രോൾ, ട്രൈഗ്ലിസൈഡ്സ് കുറയ്ക്കാൻ എന്തോ ആണുള്ളത്, എക്സസൈസുകൾ തന്നെ. അല്ലെങ്കിൽ ആളുടെ ഭക്ഷണക്രമങ്ങളൊന്നും ഇനിയിപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റിൽ കൂടെ പോകുന്നുണ്ട്. ഡോക്ടർ പറയുന്നത് പോലെ നടക്കുക, ചെറിയ ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്ത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഒരാൾക്ക് 6th ഹൗസിൻ്റെ 6th ഹൗസിൽ നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ പീരീഡോ 6th ഹൗസിൻ്റെ അധിപനോ റോങ് സൈഡിൽ നിൽക്കുകയും ആ കാലഘട്ടം ദശാകാലം വരുമ്പോൾ നമ്മൾ ആരോഗ്യപരമായ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം. ഒരു 6th ഹൗസ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് രോഗം, കടം, ശത്രു, ബാധ്യതകൾ തരുന്ന ഒരു ഹൗസാണത്. ആ ഹൗസിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ കാലഘട്ടങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ബിസിനസ്സോ കച്ചവടമോ അല്ലെങ്കിൽ മറ്റ് സാമ്പത്തിക ഇടപാടുകൾ ചെയ്യുന്നവർ ശ്രദ്ധിക്കണം. കാരണം കടവും ബാധ്യതയും കൂടെ വരുത്തി വെക്കുന്ന 6th ഹൗസിൽ ഒരു പ്ലാനറ്റ് നിൽക്കുന്നു. ഇപ്പോൾ സൂര്യൻ നീചത്തിൽ നിൽക്കുന്നു, 6th ഹൗസിൽ നിൽക്കുന്നു. അതിൻ്റെ ആ കാലഘട്ടത്തിൽ ഒരു പുതിയ ബിസിനസ് തുടങ്ങുന്നത് വളരെ ആലോചിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ആസ്പെക്ട്സിലും ആംഗിൾസിലുമാണ് ഇത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അല്ല ഒരു പർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടിയിട്ടല്ല ഇത് ചാർട്ട് നോക്കുന്നത്. ഓവറോൾ ചാർട്ട് നോക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ സ്റ്റെപ്പുകൾ എടുക്കണം, മുൻകരുതലുകൾ നമുക്ക് അടുത്ത ഒരു വർഷത്തേക്ക് നമുക്ക് ഒരു ചാർട്ട് വേണം പ്ലാൻ ചെയ്യാൻ പറ്റും. ഈ ഒരു പർട്ടിക്കുലർ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആള് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയായിരുന്നു ആളുടെ ആരോഗ്യപരമായിട്ടാണ് പുള്ളി ആദ്യം ചെറുപ്പം മുതലേ തന്നെ ആരോഗ്യമായിരുന്നു ശ്രദ്ധിച്ച് ബോഡി ലെവൽ, ഈ ബാക്കിയുള്ള കൊളസ്ട്രോൾ ആ ലെവലെല്ലാം എപ്പോഴും ഒരു മിനിമത്തിൽ കൊണ്ട് നിർത്തുകയും പ്രോപ്പറായുള്ള എക്സസൈസുകൾ ചെയ്യുക. പിന്നെ ഇത് ഈ വയറ് നിൽക്കുന്ന, അതായത് ഈ 6th ഹൗസിൽ ഈ ശനി നിൽക്കുന്നത് പുള്ളിയുടെ അബ്ഡമൻ, ലോവർ അബ്ഡമൻ പോർഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരിക്കൽ പോലും ഈ കോൺസ്റ്റിപ്പേഷൻ പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. വയറ് ശുദ്ധി വന്നാൽ എല്ലാം ശുദ്ധിയായി. എപ്പോഴും നമ്മുടെ ആചാര്യന്മാരും നമ്മുടെ മുത്തശ്ശിമാരും ഒക്കെ പറയുമല്ലോ, പിന്നെ വയറ് ഓരോ മാസം 2 മാസം കൂടുമ്പോൾ വയറ് ശുദ്ധിയാക്കുക, വയറിളക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഉദരശുദ്ധി വരുമ്പോൾ തന്നെ രോഗങ്ങൾ, ഈവൻ നടുവേദന പോലും
നല്ലോണം നമ്മൾ വയർ ശുദ്ധിയായി കഴിഞ്ഞാൽ ചിലപ്പോൾ പോകുന്ന കേസുകളുണ്ടെന്നാണ് പറയുന്നത്. എനിക്ക് അങ്ങനെയുള്ള പല വൈദ്യന്മാരും ഡോക്ടേഴ്സും ഒക്കെ ആയിട്ട് എനിക്ക് നല്ല കണക്ഷൻ, ഞാൻ നല്ല ബന്ധം കീപ്പ് ചെയ്യാറുണ്ട്. അവരോടൊക്കെ എൻ്റെ ഈ സംശയങ്ങളൊക്കെ ചോദിക്കാറുണ്ട് ഞാൻ. അതുകൊണ്ട് അത് ഞാൻ പങ്കുവെക്കുന്നതേ ഉള്ളൂ കേട്ടോ, നമ്മളൊരു ഡോക്ടറല്ല. ഇപ്പം ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു പർട്ടിക്കുലർ ചാർട്ടിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രത്നം ഏതാ? ലഗ്നാധിപൻ്റെ കല്ല് തന്നെ ഉപയോഗിക്കാം. ലഗ്നാധിപൻ നീചത്തിൽ നിന്നാൽ അതിൻ്റെ കല്ല് കൊടുക്കാം. പക്ഷെ ലഗ്നാധിപൻ അല്ലാതെ ഗ്രഹങ്ങൾ നീചത്തിൽ നിന്നാൽ അത് വളരെയധികം നമ്മൾ നോക്കിയിട്ടും ശ്രദ്ധിച്ചിട്ടും കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ നോക്കിയിട്ടേ ഉള്ളൂ. കാരണം രത്നങ്ങളുടെ ആക്ടിവേഷൻ, ലഗ്നാധിപന് നീചിത്തം വന്നാൽ 100% ഇദ്ദേഹത്തിന് എമറാൾഡ് തന്നെയാണ് ഇദ്ദേഹത്തിന്റെ സ്റ്റോൺ. അത് അത്യാവശ്യം നല്ലൊരു ക്യാരക്ടേജ് ആൾക്ക് യൂസ് ചെയ്യണം. നല്ല ക്യാരറ്റ് ഒരു എമറാൾഡ് പറഞ്ഞ പോലെ വലിയ ഹാർഡ്നെസ്സോ അപകടകാരിയൊന്നുമല്ല. എമറാൾഡ് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോൺ കാറ്റഗറി തന്നെ, പ്രീഷ്യസ് കാറ്റഗറി പെടുന്ന കല്ലാണ്. അതൊരു ആവശ്യത്തിന് ഒരു 4 ക്യാരറ്റോ 5 6 ക്യാരറ്റ് ഉപയോഗിക്കാൻ പറ്റും. മറ്റ് കല്ലുകളൊന്നും അദ്ദേഹത്തിന് അത്ര കണക്കുള്ള സ്റ്റോണുകളല്ല. അപ്പോൾ ഏറ്റവും നല്ലത് ആൾ ഈ എമറാൾഡ് ഉപയോഗിക്കുന്നതാണ്. അത് അവർക്ക് ലൈഫ് ലോങ് ആ സ്റ്റോൺ തന്നെ ഉപയോഗിക്കാം. നല്ല ക്യാരറ്റിൽ ഒരു റിങ് ഇട്ടാൽ മതി, റിങ്ങായിട്ട് കെട്ടിയിടുക. കൂടെ ഒപ്പം തന്നെ അദ്ദേഹം ഇപ്പം ഡോക്ടർ പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്യുക. എക്സസൈസോ ബ്രീത്തിങ് എക്സസൈസോ പ്രാണായാമം ഒന്നും മുടക്കാതെ ചെയ്യണം. അങ്ങനെയുള്ള ഒരു ചാർട്ടാണ് ഇത്. അതാണ്. അപ്പം നമ്മൾ കല്ല് മാത്രമല്ല എമറാൾഡ് നമുക്ക് മറ്റൊരുപാട് സവിശേഷ കരിയർ ഏരിയയിലൊക്കെ നിൽക്കുന്നതുകൊണ്ട് കരിയറിനൊക്കെ ചേഞ്ചസ് വരും. മനസ്സിലായല്ലേ? രത്നാധിപന്റെ ആ ഒരു രത്നം തന്നെ ഉപയോഗിക്കുമ്പോൾ റോങ് പ്ലാനറ്ററി പൊസിഷൻ്റെ പീരീഡ് നടക്കുമ്പോൾ, ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പോലെ 6th ഹൗസിൽ നടക്കുന്ന ശനിയുടെ പീരീഡിൽ അതിൻ്റെ ശനിയുടെ കല്ലൊന്നും അവിടെ തൊടാൻ പറ്റില്ല. പിന്നെ ഇദ്ദേഹത്തിന് ഈ കല്ല് നമ്മൾ കൊടുക്കുമ്പോഴും നമ്മൾ പറയുന്നത് ഇത്രേ ഉള്ളൂ, ഇത് നിങ്ങൾക്കൊരു പ്രൊട്ടക്റ്റീവ് സ്റ്റോണായിട്ട് മാത്രമേ നിങ്ങളിപ്പോൾ കാണാവുള്ളൂ. പ്രോസ്പെറിറ്റി പ്രതീക്ഷിക്കരുത്. ആ രീതിയിൽ വേണം ആൾ ഈ രത്നധാരണത്തിലേക്ക് എത്താനായിട്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ധാരാളം വിവരങ്ങളുണ്ടായിരുന്നു. രത്നങ്ങളെ നമ്മൾ പുതിയ മാലക്കൈറ്റ് എന്ന് പറയുന്ന പുതിയ രത്നമല്ല, എന്നാലും നമ്മൾ പ്രേക്ഷകരോട് അതിൻ്റെ വിവരങ്ങൾ നമ്മൾ പങ്കുവെച്ചു. ഒരു പ്രേക്ഷകൻ്റെ ഒരു എൻക്വയറി നമ്മൾ അറ്റൻഡ് ചെയ്തു. എനിക്കൊന്ന് ധാരാളം വിവരങ്ങൾ ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നു. കൂടുതൽ വിശേഷങ്ങളും വിവരങ്ങളുമായിട്ട് അടുത്തുള്ള എപ്പിസോഡുകൾ നമുക്ക് ഈ എൻക്വയറീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബർത്ത് ചാർട്ട് മാത്രം നമ്മൾ അനലൈസ് ചെയ്യുന്നത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ആൾക്കാർക്ക് മനസ്സിലാകാനായിട്ട് പലരുടെ ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടായിരിക്കും നമ്മൾ എപ്പിസോഡ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു അടുത്തൊരു എപ്പിസോഡിൽ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് കണ്ടുമുട്ടാം. നമസ്കാരം.